അതായത് BJP ഡീൽ എന്നുള്ള ആരോപണം വെൽഫെയർ പാർട്ടി അഥവാ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം മറച്ചുവെക്കാൻ വേണ്ടിയും വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുമാണ്. തീർച്ചയായും അത് തന്നെയാണ്. അതിലപ്പുറത്ത് മറ്റൊന്നും അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം. എന്നും അധികാരത്തിൽ മാത്രം ഇരുന്നിരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. 2 തവണ അധികാരത്തിന് പുറത്തായിട്ട് ഒരു തവണ കൂടി പുറത്തേക്ക് വരിക എന്നുള്ളത് ആത്മഹത്യാപരമായിരിക്കും. ഇനി നിലനിൽപ്പിൻ്റെ പ്രശ്നമായി അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഭരണത്തില്ലാത്തൊരവസ്ഥ. പക്ഷേ ലീഗ് നോക്കൂ, മികച്ച സ്ഥാനാർത്ഥി പട്ടികയല്ലേ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി പട്ടികയിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു? ഒരു 10 വർഷം മുമ്പുള്ള 2 സ്ഥാനാർത്ഥി പട്ടികകൾ നിങ്ങൾ പരിശോധിക്കൂ. സ്ഥാനാർത്ഥികളല്ലല്ലോ പ്രശ്നം. സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ടാണ് പാർട്ടിയിലുള്ള ഇന്നർ ഫൈറ്റ് ഒഴിവാക്കാൻ പുതിയ ആളുകൾ കൊടുക്കേണ്ടി വന്നു. എത്രയോ വർഷങ്ങളായി MLA-മാരിക്കുന്ന ആളുകളല്ലേ ഒഴിവാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ധാരാളം ആളുകൾ അസംതൃപ്തരല്ലേ സീറ്റ് കിട്ടാത്തതുകൊണ്ട്. അതെല്ലാം നിലനിൽക്കുകയല്ലേ. പക്ഷേ G. സുധാകരൻ പോയി, TC ഗോവിന്ദമാഷ് പോയി, TK പോയി. G. സുധാകരൻ എന്ന് പറയുന്ന CPM-ൻ്റെ സമുന്നതനായ പഴയ നേതാവ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ അത് വെച്ച് നമ്മൾ നിലവിലുള്ള CPM-ൻ്റെ വോട്ടർപ്പടി അല്ലെങ്കിൽ ഭരണത്തെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ താരതമ്യം ചെയ്യാം. പക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. നോക്കൂ, ലോകത്ത് എത്രയോ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, അതിലൊരു സംശയമില്ലല്ലോ. അപ്പോൾ എത്ര തവണ അദ്ദേഹം നിയമസഭയിൽ വന്നു, മന്ത്രിയായിട്ടുണ്ട്, അത്യാവശ്യം SFIയിലൂടെ വളർന്നു വലുതായ ഒരാളാണ്. അപ്പോൾ അത്തരം ആളുകൾ ഇങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് എത്ര കണ്ട് അതിനെ മുഖവിലക്കെടുക്കണം എന്നുള്ളത് പൊതുസമൂഹം തന്നെയാണ് തീരുമാനം. നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അങ്ങ് ഇക്കുറി ശരിക്കും മത്സരിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ആദ്യം മനസ്സിലാക്കിയതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇക്കുറി ഇല്ല എന്നുള്ളതാണ്. ബിസിനസ്സിലൊക്കെ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നുള്ളതാണ്. ഓപ്പണായി ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം അങ്ങേക്ക് ബിസിനസ്സിൽ ലാഭമായിരുന്നോ നഷ്ടമായിരുന്നു? സ്വാഭാവികമായും നഷ്ടമാണല്ലോ. പിന്നെ ഈ രാഷ്ട്രീയം കൊണ്ട് പണം ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിച്ചു, അതിന് ശ്രമിച്ചുമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ അതായത് ബിസിനസ്സിൽ നഷ്ടമായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആണ് ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ പാർട്ടിയും മുന്നണിയും ആവശ്യപ്പെട്ടപ്പോൾ മത്സരിക്കുന്നതാണ്. ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ധാരാളം പാവങ്ങളെ സഹായിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു.